എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളിൽ സാധാരണയായി കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ സംഭാഷണം. സ്ത്രീകളിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു അവസ്ഥയാണ് വിളർച്ച അഥവാ അനീമിയ. ശരീരത്തിൽ ആവശ്യത്തിന് ചുവന്ന രക്താണുക്കളോ ഹീമോഗ്ലോബിനോ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഹീമോഗ്ലോബിനാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ എത്തിക്കുന്നത്. ഇതിന്റെ കുറവ് ക്ഷീണം, ചർമ്മം വിളറൽ, ശ്വാസം മുട്ടൽ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. ആർത്തവ സമയത്തെ അമിതമായ രക്തസ്രാവം, ഗർഭകാലം എന്നിവ കാരണം സ്ത്രീകളിൽ ഇരുമ്പിന്റെ അംശം കുറയാൻ സാധ്യതയുണ്ട്. ഇതാണ് വിളർച്ചയുടെ പ്രധാന കാരണം. കൂടാതെ പോഷകാഹാരക്കുറവ്, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിറ്റാമിൻ B12, ഫോളേറ്റ് എന്നിവയുടെ കുറവ് എന്നിവയും വിളർച്ചയ്ക്ക് കാരണമാകാം. പ്രധാന ലക്ഷണങ്ങൾ: 1. ക്ഷീണം. എപ്പോഴും തളർച്ചയും ഊർജമില്ലായ്മയും അനുഭവപ്പെടുക. 2. ചർമ്മം വിളറൽ. ചർമ്മവും കൺപോളകളുടെ ഉൾഭാഗവും നഖങ്ങളും വിളറിയതായി കാണപ്പെടുക. 3. ശ്വാസം മുട്ടൽ. ഓക്സിജന്റെ അളവ് കുറയുന്നതിനാൽ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും കിതപ്പ് അനുഭവപ്പെടുക. 4. തലവേദനയും തലകറക്കവും. പ്രത്യേകിച്ച് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ തലകറക്കം അനുഭവപ്പെടാം. 5. കൈപ്പത്തികളും കാൽപാദങ്ങളും എപ്പോഴും തണുത്തിരിക്കുക. 6. നഖങ്ങൾ വേഗത്തിൽ പൊട്ടിപ്പോവുക, മുടികൊഴിച്ചിൽ കൂടുക. 7. പൈക്ക. ഐസ്, മണ്ണ്, പേപ്പർ പോലെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ കഴിക്കാൻ തോന്നുക. സ്ത്രീകളിലെ സാധാരണ കാരണങ്ങൾ: 1. അമിതമായ ആർത്തവം. ആർത്തവ സമയത്ത് കൂടുതൽ രക്തം നഷ്ടപ്പെടുന്നത് ഇരുമ്പിന്റെ കുറവിന് കാരണമാകും. 2. ഗർഭകാലവും മുലയൂട്ടലും. ഈ സമയങ്ങളിൽ ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായി വരുന്നതിനാൽ വിളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. 3. ഇരുമ്പ് കുറഞ്ഞ ഭക്ഷണം. ഇലക്കറികൾ, മാംസം, പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയ ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്തത് വിറ്റാമിനുകളുടെ കുറവിന് കാരണമാകാം. 4. ഫോളേറ്റ്, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ്. ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ ഈ വിറ്റാമിനുകൾ അത്യാവശ്യമാണ്. 5. വിട്ടുമാറാത്ത രോഗങ്ങൾ. ക്യാൻസർ, വൃക്കരോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ രക്തോത്പാദനത്തെ ബാധിക്കാം. 6. ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ. ചില അസുഖങ്ങൾ കാരണം ശരീരം ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് കുറയാം. രോഗനിർണയം. രക്തപരിശോധനയിലൂടെ വിളർച്ച എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഡോക്ടർ ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അഥവാ CBC പരിശോധന നടത്തും. ഇതിലൂടെ ഹീമോഗ്ലോബിന്റെയും ചുവന്ന രക്താണുക്കളുടെയും അളവ് മനസ്സിലാക്കാം. ആവശ്യമെങ്കിൽ ശരീരത്തിലെ ഇരുമ്പിന്റെ ശേഖരം അറിയാനുള്ള ഫെറിറ്റിൻ ടെസ്റ്റ്, സിറം അയൺ മുതലായ മറ്റു പരിശോധനകൾ നിർദ്ദേശിച്ചേക്കാം.